പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്വലാത്തുൽ ഫാത്തിഹ് എന്ന സ്വലാത്ത് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ഈ സ്വലാത്തുൽ ഫാത്തിഹിന് ധാരാളം മഹത്വങ്ങളുണ്ട്. അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് ശേഷം വരുന്ന വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് നിങ്ങളെ ഉണർത്തിയിരുന്നു. ആ അടിസ്ഥാനത്തിൽ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോയിലേക്ക് ഞാൻ പോവുകയുള്ളൂ. ഒന്നാമത്തെ മഹത്വം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഔലിയാക്കളുടെ നേതാവാകുന്ന അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് ചൊല്ലിക്കൊടുത്ത സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. അതുതന്നെയാണ് ഈ സ്വലാത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു സംഭവം. അതുതന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രയോ വലിയൊരു ഭാഗ്യമാണ് അശ്ശൈഖ് മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് നബി തങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിക്കൊടുത്തു എന്ന കാരണത്താൽ തന്നെ ഈ സ്വലാത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നത്. വേറൊരു തെളിവ് നമുക്ക് ആവശ്യമില്ല. രണ്ടാമത്തെ മഹത്വം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റസൂലുള്ളാഹിൻ്റെ നാവ് കൊണ്ട് ഇന്നേ വരെ കളവ് പറഞ്ഞിട്ടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു സ്വലാത്തായിരുന്നു സ്വലാത്തുൽ ഫാത്തിഹ്. അതുകൊണ്ട് ഹബീബായ മുത്തുനബിക്ക് ഇഷ്ടപ്പെട്ട സ്വലാത്ത് നമ്മൾ ചൊല്ലുമ്പോൾ അതിനെന്തായാലും പ്രത്യേക ഗുണങ്ങൾ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. മൂന്നാമത്തെ മഹത്വം ഏതാണെന്നറിയുമോ? മലക്കുകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കപ്പെട്ട എന്തെല്ലാം മലക്കുകളുണ്ടോ, ഏതെല്ലാം വകുപ്പിലുള്ള മലക്കുകളുണ്ടോ, ആ മലക്കുകൾ മുഴുവനും ചൊല്ലുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തുൽ ഫാത്തിഹ് ജീവിതത്തിൽ കൊണ്ടുവരുന്നതിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ.